സയ്യിദ് അലവി മൗലവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അവരുടെ 186-ാം ആണ്ട് നേർച്ചയിലേക്കുള്ള നേർച്ചകളും സംഭാവനകളും സ്വീകരിക്കാനോ പക്കറ്റ് പിരിവ് നടത്താനോ ഏതെങ്കിലും വ്യക്തികളെയോ ഇതര സ്ഥാപനങ്ങളെയോ ഏൽപ്പിച്ചിട്ടില്ല. സംഭാവനകളും നേർച്ചകളും മഖാമുറ്റ് പ്രവർത്തിക്കുന്ന കൗണ്ടറുകളിൽ മാത്രം ഏൽപ്പിക്കുക. സയ്യിദ് അലവി മൗലവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അവരുടെ 186-ാം ആണ്ട് നേർച്ചയിലേക്കുള്ള നേർച്ച സാധനങ്ങളും സംഭാവനകളും മഖാമിന്റെ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന കൗണ്ടറുകളിൽ മാത്രം ഏൽപ്പിച്ച് രശീദി കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു. സിയാറത്തിന് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധകൾ. നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകൾ, സ്വർണ്ണാഭരണങ്ങൾ, ഹാൻഡ് ബാഗുകൾ, മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കൾ മുതലായവയെല്ലാം നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. സയ്യിദ് അലവി മൗലവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അവരുടെ 186-ാം ആണ്ട് നേർച്ചയിലേക്കുള്ള നേർച്ചകളും സംഭാവനകളും സ്വീകരിക്കാൻ ഏതെങ്കിലും വ്യക്തികളെയോ ഇതര സ്ഥാപനങ്ങളെയോ ഏൽപ്പിച്ചിട്ടില്ല. സംഭാവനകളും നേർച്ചകളും മഖാമുറ്റ് പ്രവർത്തിക്കുന്ന കൗണ്ടറുകളിൽ മാത്രം ഏൽപ്പിച്ച് രശീദ് കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു.
അതുപോലെ മോചനം വലിയ മോചനം ഒരു മാസം എത്ര തേച്ചോളെ ഊതിൻ്റെ അത്ര പോലെ ഈ ചൂറോട്ടിൽ എത്ര ടൈം വരുന്നുണ്ടാവും? അത് 1:30 വരെ ടൈം പറഞ്ഞു. അത് 2:30 കൊടുത്തു. അത് 2:30 കൊടുത്തപ്പോൾ 1 കൊടുത്തു. ശരി. അല്ല ഇനിയിപ്പം 1:30 വരെ പിന്നെ ഒരു ദുആണ്ട്. എപ്പോഴാണ് അത് നമസ്കാരം കണ്ടിട്ടുണ്ട്. അതിലാ തങ്ങൾ വരുന്നത് ജിഫ്രിയങ്ങൾ പാണക്കാടോ? അല്ല ജിഫ്രിയങ്ങളൊക്കെ ഉച്ചക്കല്ലേ അത് ആ സ്റ്റേജിൽ വന്നല്ലേ? ഏർവാടിയാ ജിഫ്രി തങ്ങൾ വന്ന് ദുആ കഴിഞ്ഞോ? ജിഫ്രി തങ്ങൾ കോഴിക്കോട് വന്നില്ലല്ലോ. അപ്പോൾ ഉച്ചക്കാണ്, ഉച്ചക്കേസാണ്. നമസ്കാരം കഴിഞ്ഞിട്ടോ. അത് 1:30 ചോറ് കൊടുക്കൽ നിർത്തൂല. 1:30 ടൈം പറയണ്. പിന്നെ അങ്ങനെ കൊടുക്കും. സ്കൂളിൽ വരുന്നോളേ വെള്ളം കൂടിയില്ലേ? വെള്ളം കൂടിയും അത്ര തേച്ചോളി വരെ അടുന്നൊരു മോള് ചേക്കണ്. ഇതിലൊക്കെ ഉണ്ട്. 1-2 അനുസരിച്ച് കണ്ടിട്ടില്ല. 4 കുട്ടികളെ കണ്ട്, സാമിനെ കണ്ട്. എൻ്റെ നാടെവിടെ? ഞാൻ മഞ്ചേരി. മഞ്ചേരി എവിടെ? കിടങ്ങായി. നിങ്ങളെവിടെ? ഞാൻ വാളക്കുളം പറമ്പ്. ഇവിടെ കച്ചേരിപ്പടിയാണ് താമസം. വേങ്ങര കച്ചേരിപ്പടി. അതുകൊണ്ട് 15 ഉറുപ്പ്യ പോയിന്റാണ്. നല്ല വളർച്ചയും വെയിലുമില്ല മഴയില്ല. ഇവിടെ കക്കാട് പള്ളിയില്ല. മഞ്ചേരി. പിന്നെ വേങ്ങര ക്ലാസ്സിനും കയറാം. കോഴിക്കോടൻ ബസ് വേങ്ങര വരെ ഉണ്ടാവും. ചോറിട്ടില്ലേ? അപ്പൊ ദർശനം എവിടെ? കക്കാട്. നമ്മളെ എല്ലാ കക്കാട്. മറ്റേ കണ്ണൂരുണ്ട് ഒരു കക്കാട്. അതല്ല നമ്മളെ ആറ്റൊക്കെ തങ്ങൾ മരിച്ചാറ്. ഞങ്ങൾ വന്നത് അവിടുത്തെ മഹലിലെ പ്രസിഡന്റ് ഉണ്ടായില്ല. എൻ്റെ വാപ്പനെയാണ് നല്ല ദർശനമുള്ള സ്ഥലമാണ്. പണ്ടേ അവിടെ വലിയ ദർശനം പണ്ട് പാണക്കാട് പൂക്കയത്തങ്ങളിലൊന്നും പിന്നെ നല്ല ദർശനമുള്ള സയ്യിദമാരായിട്ടാണ് കെട്ടുബന്ധങ്ങളൊക്കെ. പിന്നെ ഫറൂഖില അല്ല നമ്മൾ സുഹൃത്തും സ്വന്തക്കാരുണ്ട്. പിന്നെ ദർശനം നില നിർത്തി തരട്ടെ. ഇതിൻ്റെ യഥാർത്ഥ രൂപം അത് തന്നെ ഉള്ളൂ. നമുക്ക് തോന്നി ഒരുപാട്. മറ്റൊക്കെ പിന്നെ പരിഷ്കാരത്തിൽ കൂടി ഇങ്ങനെ പോകും. ദർശനത്തിൻ്റെതായ ഒരു തനിമുണ്ട്. ആ പഴത്വം വരട്ടെ. നിങ്ങൾ ദ്വാരക്കിട്ടോ മുഖം കരുളായി നിലമ്പൂർ ഒറ്റക്കൊള്ളു. എന്നായിക്കോട്ടെ കേട്ടോ. ശരി. പിന്നേക്കാം സാവ. هذا
കല്ലമനല്ലാഹു ഫി ദാരിൽ. ഹിദായത്തിൻ്റെ വാതിൽ തുറക്കട്ടെ. ആമീൻ. ചെല്ലമെന്നൊന്നും വേണ്ട. നമ്മളെ ഭാഷയെ പറഞ്ഞാൽ അള്ളാഹ് അറിയില്ല. പക്ഷേ തഖ്വയുടെ വാതിൽ തുറക്കട്ടെ. ആമീൻ. ഈമാന്റെ വാതിൽ തുറക്കട്ടെ. ആമീൻ. ഷഹാദത്തിൽ കഴിഞ്ഞ് ചെന്ന് ഈ മരിക്കേണ്ട വാതിൽ തുറക്കട്ടെ. ആമീൻ. ബർക്കത്തിങ്ങാന്ന് ബർക്കത്തിങ്ങ ഗൂഗിൾ പേയിലാണ്. ഗോപിയിൽ ഫേനും ദീപിൽ ഫേനൊന്നും വേണ്ട. 10 രൂപ മണാക്കട്ടെ.